ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിനും യോർദാൻ നദിക്കും കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് ഇട്ടിരിക്കുന്ന പേര് ഒരു കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ സേനാധിപതിയായിരുന്ന അലൻബിയുടെ പേരാണ്. അലൻബിയുടെ മുഴുവൻ പേര് തന്നെ ഇത്തിരി പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ജനറലായിരുന്ന വിസ്കൗണ്ട് എഡ്മണ്ട് ഹെൻറി ഹൈൽമാൻ അലൻബി. ഇത്രയും ദീർഘമാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആ പാലത്തിനിട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നാം ചിന്തിച്ചാൽ 1917 1918 ഇടയിൽ ഇസ്രായേലും ടർക്കിയുമായി വലിയൊരു യുദ്ധം നടന്നു. എന്നാൽ ഒരൽപ്പം പോലും രക്തച്ചൊരിച്ചിലില്ലാതെ ആ യുദ്ധത്തിൽ വിജയം നേടുവാൻ പ്രയോജനപ്പെട്ട ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ച ഒരു സൈന്യാധിപനായിരുന്നു അലൻബി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ പാലത്തിന് അങ്ങനെ പേരിട്ടത്. ബ്രിട്ടീഷ് സൈന്യത്തിന് ഇസ്രായേലിന് ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അലൻബിക്ക് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹമാണ് ടർക്കിയുടെ കയ്യിൽ നിന്നും ഒരൽപ്പം പോലും രക്തച്ചൊരിച്ചിലില്ലാതെ ഇസ്രായേലിനെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ചത്. അദ്ദേഹത്തെ ആദരിക്കുന്നതായ ആ ചടങ്ങിൽ അദ്ദേഹം മറുപടി പ്രസംഗം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ ഒന്നുമല്ല ഈ വിജയം കിട്ടിയത്, പ്രാർത്ഥന കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ വളർന്നതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും എന്നോടൊപ്പം വളർന്നുകൊണ്ടിരുന്നുവെന്ന്. എന്താണത് പറയാൻ കാരണം? തൻ്റെ കൊച്ചു പ്രായം മുതൽ തൻ്റെ പ്രിയ മാതാവ് എന്നും പ്രാർത്ഥിക്കും, കർത്താവേ, ഇസ്രായേലിന് ഒരു രാജ്യമുണ്ടാക്കി കൊടുക്കണമേ, ഞങ്ങൾക്കൊരു രാജ്യം തരണമേ, ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന സ്വന്തമായി രാഷ്ട്രമില്ലാത്ത ഇസ്രായേലിന് സ്വന്തമായി ഒരു രാഷ്ട്രം തരണമേ എന്ന് തൻ്റെ നിത്യേനയുള്ള പ്രാർത്ഥനയിൽ ഈ മാതാവ് പ്രാർത്ഥിക്കുന്നത് കേട്ടാണ് ഈ അലൻബി വളർന്നത്. ഈ പ്രാർത്ഥന അലൻബിയെ സ്വാധീനിക്കുകയും അങ്ങനെ അദ്ദേഹം വളരുന്നതോടൊപ്പം ആ പ്രാർത്ഥനയും വളർന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഇസ്രായേലിന് വലിയ ജയമുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ടെൽ അവീവിനും യോർദാൻ നദിക്കും കുറുകെ കെട്ടിയിരിക്കുന്ന പാലത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടാനിടയായത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് നിങ്ങളോട് പറയുന്നത്? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. അല്പം പോലും രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു യുദ്ധം ജയിക്കുക അത് സാധാരണമല്ല. അത് ഒരുപക്ഷെ അസാധ്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് അനേക പ്രശ്നങ്ങളാലും പ്രതിബന്ധങ്ങളാലും അനേക രോഗങ്ങളാലും കടബാധ്യതകളാലും വലഞ്ഞ് ക്ഷീണിച്ച് മടുത്ത് നിരാശപ്പെട്ട് അങ്ങ് മരിച്ചാൽ മതിയെന്നോർത്ത് നിരാശയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. തളരാതെ പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ എന്താണ് അവസാനം പറഞ്ഞത്? യേശുവിനോട് പ്രാർത്ഥിക്കുക. കാരണം പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പിതാവാം ദൈവം ഉത്തരമരുളും. വേറെ ആരുടെ പേരിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. ഇന്ന വിശുദ്ധൻ്റെ പേരിൽ, ഇന്ന കൂട്ടായ്മയുടെ പേരിൽ, ഇന്ന പ്രവാചകൻ്റെ പേരിൽ, ഇന്ന വ്യക്തിയുടെ പേരിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിലാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. എൻ്റെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്നാൽ ഈ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശുവുമായൊരു ബന്ധം വേണം, ഒരു റിലേഷൻ വേണം, വെരി ക്ലോസ് റിലേഷൻ, വളരെ നല്ലൊരു ബന്ധം. ആ ബന്ധം എങ്ങനെ കിട്ടും? യേശുവിന് വേണ്ടി നാം നമ്മുടെ ജീവിതം വേർതിരിക്കുമ്പോൾ യേശുവുമായി വലിയൊരു ബന്ധം കിട്ടും. സാധാരണ ബന്ധമല്ല, ഒരു ചെറിയ ബന്ധമല്ല, അപ്പനും മകനും പോലുള്ള ബന്ധം. കർത്താവിൻ്റെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതാരാണെന്നില്ല, ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വർണ്ണത്തിലോ ഏത് വർഗത്തിലോ ഏത് ഭാഷയിലോ പെട്ടവർക്കും ഇത് ബാധകമാണ്. ഏവർക്കും, മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന് ഇന്ന് ജീവിക്കുന്ന ഏവർക്കും, ഇനി ജനിക്കാൻ പോകുന്നവർക്കും, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ജനിക്കാൻ പോകുന്നവർക്കും ബാധകമാണ് ഈ വചനം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ഈ അധികാരം നാം യൂട്ടിലൈസ് ചെയ്യണം. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ നിങ്ങൾ ഒരുപാട് രൂപ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, യേശുവിനെ കൈക്കൊള്ളുക. അതാണ് മർമ്മം. യേശുവാണ് കാതലായ വിഷയം. യേശുവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. യേശു എന്ന 2 അക്ഷരം, ഹല്ലേലൂയ, അതിലെല്ലാമുണ്ട്. അതിൽ രക്ഷയുണ്ട്, അതിൽ വീണ്ടെടുപ്പുണ്ട്, അതിൽ നിത്യജീവൻ്റെ അവകാശമുണ്ട്. ആ വ്യക്തി യേശു. ഹല്ലേലൂയ. ആ യേശുവിനോട് മകളെ നീ പ്രാർത്ഥിക്കുക. നീ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതൊക്കെ നിർത്തിയിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വ്യക്തിപരമായി മകളെ നിനക്ക് അനുഭവിക്കാം. പ്രിയ മകനെ അനുഭവിക്കാം. കടബാധ്യതയിലൂടെ കഴിയുന്ന മകനെ നീ മറ്റൊന്നിലും ആശ്രയിക്കാതെ യേശുവിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കൂ. മാറും, ജീവിതം മാറും, സ്വഭാവം മാറും, അവസ്ഥ മാറും. ദൈവത്തിന് സ്തോത്രം. 13-ാം സങ്കീർത്തനത്തിലും 54-ാം സങ്കീർത്തനത്തിലും ഒരേ ആശയമുള്ള വാക്യമുണ്ട്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഒരു വാക്യമുണ്ട്, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ. കണ്ടീഷനിലാണ്. രക്ഷ വന്നാൽ സ്ഥിതി മാറും. രക്ഷ വന്നെങ്കിൽ ഒപ്പം സ്ഥിതിയും മാറും. ഇന്ന് അനേകരുടെ സ്ഥിതി മാറാത്തതിൻ്റെ കാരണം വാസ്തവമായി രക്ഷ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഒഴുക്കിയതായ ഓരോ തുള്ളി തിരുരക്തത്താലും കർത്താവ് സൗജന്യമായി നമുക്ക് വേണ്ടി തന്നതായ ആ രക്ഷ അനുഭവിക്കുന്നില്ല. രക്ഷ അനുഭവിക്കാതുള്ള പ്രാർത്ഥനകൾ, രക്ഷയില്ലാത്തുള്ള പ്രാർത്ഥനകൾ, ആത്മാവ് ഇന്ന് ശിക്ഷയിലാണ്. ആത്മാവ് നിത്യനരകത്തിൻ്റെ അനുഭവത്തിലാണ്. ആത്മാവ് പിശാചിനോടുകൂടിയാണ്. പിന്നെ എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കും പ്രിയരെ? കർത്താവിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനായ യെശയ്യാവിലൂടെ പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമ്മെ രക്ഷിക്കാൻ, നമ്മെ വിടുവിക്കാൻ കഴിയാതെ വണ്ണം, നമുക്ക് സൗഖ്യം തരാൻ കഴിയാതെ വണ്ണം, നമ്മുടെ കടബാധയിൽ നമ്മെ പൊക്കിയെടുക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കഴിവ് കുറഞ്ഞിട്ടില്ലെന്നാണ് പ്രവാചകൻ പറയുന്നത്. ദൈവത്തിൻ്റെ കഴിവ് കുറഞ്ഞിട്ടില്ല, കുറയുകയുമില്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം രക്ഷിക്കുന്നില്ല? രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവം ചെവി അടച്ചു കളഞ്ഞിട്ടില്ല. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനും ദൈവവും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു. കാരണം പാപങ്ങൾ, അകൃത്യങ്ങൾ. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇന്ന് അനേകരിൽ നിന്നും കർത്താവ് മുഖം മറച്ചിരിക്കുന്നു. കർത്താവിന് സ്നേഹക്കുറവുള്ളതുകൊണ്ടല്ല, കർത്താവിന് ആ പാപം വഹിക്കാൻ പറ്റുന്നില്ല. പാപവുമായി കർത്താവിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പാപിയെ എന്നാൽ യേശു സ്നേഹിക്കുന്നു. മകനെ, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപത്തെയാണ് യേശു വെറുക്കുന്നത്, നിന്നെയല്ല.
മകനെ നിന്നെ യേശു സ്നേഹിക്കുന്നു, മകളെ നിന്നെ യേശു സ്നേഹിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ കൂടെ കൊണ്ടു നടക്കുന്ന നിന്റെ സ്വഭാവത്തിലും നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും മനോഭാവത്തിലുമുള്ളതായ പാപത്തെ കർത്താവ് വെറുക്കുന്നു. കർത്താവ് വെറുക്കുന്ന പാപത്തെ നാം വെറുത്ത് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങൂ. എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ മകനെ എന്ന് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന ആ നിത്യസ്നേഹത്തെ നമുക്ക് അനുഭവിക്കാം. ആ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുന്നു പ്രിയരെ. എൻ്റെ ഊണിലും ഉറക്കത്തിലും യാത്രകളിലും ജോലിയിലും കുടുംബജീവിതത്തിലും ദൈവവേലയിലും എല്ലാം ഞാൻ ഈ നാഥനെ അനുഭവിക്കുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ യേശുവിനെ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അടുക്കളയിൽ ഞാൻ ഇടയ്ക്ക് സഹായിക്കുമ്പോൾ അപ്പോൾ ഞാൻ യേശുവിനെ അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും ഒരുമിച്ച് ഞങ്ങൾ സന്തുഷ്ടിയുള്ള സംതൃപ്തിയുള്ള ഒരു കുടുംബജീവൻ നയിക്കുമ്പോഴും ഞാൻ യേശുവിനെ അനുഭവിക്കുന്നു. എൻ്റെ കൂട്ടായ്മയിലുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ഞാൻ യേശുവിനെ ആരാധിക്കുമ്പോൾ മാത്രമല്ല, അവരോടൊത്ത് ഞാൻ കൂട്ടായ്മ ആചരിക്കുമ്പോഴും ഞാൻ യേശുവിനെ അനുഭവിക്കുന്നു. യേശുവിനെ അനുഭവിക്കുന്നു. കൂട്ടായ്മകളിൽ മാത്രമല്ല, സഭാ ഹാളുകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കണം. നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ നാം യേശുവിനെ അനുഭവിക്കണം. അങ്ങനെ യഹോവ നല്ലവരെന്ന് നാം രുചിച്ചറിയണം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ജനറലായിരുന്ന അലൻ ബി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനല്ല അത്രേ എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം രക്തച്ചൊരിച്ചില്ലാതെ വിജയം നേടി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനമില്ലാതെ, മകനെ നീ തല പോഞ്ഞ് ആലോചിക്കാതെ, നീ ഇല്ലാത്ത പണം വായ്പ വാങ്ങിച്ച് അനേക കാര്യങ്ങൾക്ക് ഓടി നടക്കാതെ ശാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മകനെ നിൻ്റെ കണ്ണുനീരിന് കർത്താവ് മറുപടി തരും. മകളെ നിൻ്റെ കണ്ണുനീർ കർത്താവ് തുരുത്തിയിലാക്കി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഈ നല്ല യേശുവിനെ സ്നേഹിക്കൂ, ഈ നല്ല യേശുവിനെ സ്വീകരിക്കൂ, ഈ നല്ല യേശുവിനെ ഫോളോ ചെയ്യൂ, ഈ നല്ല യേശുവിന് വേണ്ടി ജീവിക്കൂ. അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എനിക്കറിയാം. നിങ്ങൾ തീർച്ചയായും യേശുവിനോട് പ്രാർത്ഥിക്കൂ, യേശുവിനോട് പ്രാർത്ഥിക്കൂ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കൂ. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നിങ്ങളേവരെയും നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.